എല്ലാവർക്കും +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ചാപ്റ്റർ 1-ലെ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്പർ സിസ്റ്റം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എന്താണ് ഒരു നമ്പർ എന്ന് നമുക്ക് നോക്കാം. എ നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഓബ്ജക്റ്റ് used to count, label and measure. ഒരു നമ്പർ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാനും ലേബൽ ചെയ്യാനും അതുപോലെ മെഷർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്പർ സിസ്റ്റം? എ നമ്പർ സിസ്റ്റം ഇസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ, അതായത് കൗണ്ട് ചെയ്യാനും ലേബൽ ചെയ്യാനും മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് നമ്പർ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിന് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് നമ്പർ സിസ്റ്റത്തിന്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെസിമൽ നമ്പർ സിസ്റ്റം, സെക്കൻഡ് ബൈനറി നമ്പർ സിസ്റ്റം, തേർഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഫോർത്ത് വൺ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത്രയും നമ്പർ സിസ്റ്റംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നതായിരിക്കും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇന്ന് 2 മണിക്ക് ഞാൻ സ്കൂളിൽ പോകുന്നു. അവിടെ നമ്മൾ പറയുന്ന 2 അതുപോലെ 50 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് നമ്മളത് പറയുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സിമ്പിൾസ് ഉണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഏതൊക്കെയായിരിക്കും അത്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ അത്രയും സിമ്പിൾസ് നമ്മൾ ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 10 സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്പർ സിസ്റ്റം എന്താണ് നമ്മൾ നോക്കി. ഇനി ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിലെ നമ്മൾ ഉപയോഗിക്കുന്ന എത്ര സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു നമ്പർ സിസ്റ്റത്തിലെ, ആ നമ്പർ സിസ്റ്റത്തിലെ യൂസ് ചെയ്യുന്ന സിമ്പിൾസിന്റെ കൗണ്ടാണ്, നമ്പേഴ്സ് ആണ് നമ്മൾ പറയുന്നത് ബേസ് ഓർ റാഡിക്സ്. നമ്മൾ ആദ്യം കാണുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്മൾ ഏതൊക്കെ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്? 0 യൂസ് ചെയ്യുന്നു, 1, 2, 3, 4, 5, 6, 7, 8, 9. നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് ഓർ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ വേറെ പേര് പറയും ബേസ് 10 നമ്പർ സിസ്റ്റം. നമ്മളിവിടെ നോക്കൂ, 2 ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, 743 ആൻഡ് 347. നമ്മൾ പറയും 743 അതുപോലെ 347. ഇതെങ്ങനെയാണ് അങ്ങനെ വന്നത്? നമ്മൾ ആദ്യത്തെ നമ്പർ എടുക്കുകയാണെങ്കിൽ 743, അതിലെ 7ന്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? 700 ആണല്ലേ. 700 100th പ്ലേസിലാണ് 7 ഇരിക്കുന്നത്. 4 ഇരിക്കുന്നത് എവിടെയാണ്? 10s. 4 എന്ന് പറയുന്നത് 10s ആണ്. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ. ഇനി ഫസ്റ്റ് പൊസിഷനിൽ ആരെ ഇരിക്കുന്നത്? 3 ആണ്. അതായത് 1s പൊസിഷനിൽ ആരെ ഇരിക്കുന്നത്? 3 ആണ്. നമ്മൾ ഈ ഡിജിറ്റ്സിന്റെ എല്ലാം വെയ്റ്റ്സും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പറയും? 7 into 100 പ്ലസ് 4 into 10 പ്ലസ് 3 into 1. അങ്ങനെയാണെങ്കിൽ ബേസ് 10ന്റെ വെയിറ്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയും? 7 into 10 raised to 2 പ്ലസ് 4 into 10 raised to 1 പ്ലസ് 3 into 10 raised to 0. അതുപോലെ 347 എങ്ങനെ കിട്ടി? 300, അതായത് ഇവിടെ തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുക? അത് 100 ആണല്ലേ. അതായത് 1, 2, 3 നമ്മൾ പറയും യൂണിറ്റ്, ടെൻസ് ആൻഡ് 100. അപ്പം 300 പ്ലേസിലാണ് 4 ഇരിക്കുന്നതോ?
ടെൻസ് ആണ് ആൻഡ് 7 ഇരിക്കുന്നത് വൺസ് ആണ്. വെയിറ്റും കൂടെ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 3 ഇൻറ്റു 10⁻² പ്ലസ് 4 ഇൻറ്റു 10⁻1 പ്ലസ് 7 ഇൻറ്റു 10⁻0. അപ്പോൾ ബേസ് 10ന്റെ ബേസിൽ പറയുമ്പോഴാണ് നമ്മൾ വെയിറ്റ് ഒക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടുന്നത്. ഇവിടെ നമ്മൾ കണ്ട രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിജിറ്റ്സിൻ്റെ വെയിറ്റ് അതിൻ്റെ റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്നതാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. എന്താണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം? ദ വെയിറ്റ് ഓഫ് എ ഡിജിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ. അങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിനെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത്. പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ഈസ് പവർ ഓഫ് 10. ഇവിടെ നമ്മൾ കണ്ട 743. 7ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 100 ആണ്. അത് നമ്മൾ പവർ ഓഫ് 10ന്റെ ബേസിൽ പറയുകയാണെങ്കിൽ 10⁻². അതുപോലെ 4ന്റെ പ്ലേസ് 10 ആണ്. നമ്മൾ പവർ ഓഫ് 10ന്റെ ബേസിൽ പറയുകയാണെങ്കിൽ 10⁻1. ദെൻ 3 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 10ന്റെ ബേസിൽ പറയുകയാണെങ്കിൽ 10⁻0 ആണ്. അതായത് 10⁻0ന്റെ വാല്യൂ നമുക്കറിയാലോ 1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ നോക്കുകയാണ് 5876. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമുക്ക് കാണാം. നമ്മൾ ആദ്യത്തെ ലെയറിൽ വെയിറ്റ് കൊടുത്തു, ദെൻ ഡെസിമൽ നമ്പർ അടുത്ത ലെയറിൽ കൊടുത്തു. നോക്കൂ, 5ന്റെ പൊസിഷൻ വാല്യൂ എന്താണ്? 1000 ആണ് അല്ലേ? പവർ ഓഫ് 10ന്റെ ബേസിൽ എഴുതാണെങ്കിൽ 10⁻3. ദെൻ 8ന്റെ പൊസിഷൻ വാല്യൂ 100 ആണ്. 10ന്റെ ടേംസിൽ കൊടുക്കുകയാണെങ്കിൽ 10⁻². ദെൻ 7ന്റെ ടെൻസ് ആണ്. 10ന്റെ ടേംസിൽ കൊടുക്കുകയാണെങ്കിൽ 10⁻1. ദെൻ 6 യൂണിറ്റ് പ്ലേസിലാണ്. 10ന്റെ ടേംസിൽ കൊടുക്കുകയാണെങ്കിൽ 10⁻0. ദാറ്റ് ഈസ് 1. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് നമ്മൾക്കൊന്ന് നോക്കാം. 5 ഇൻറ്റു വെയിറ്റും കൂടെ കൊടുക്കുകയാണ് 10⁻3 പ്ലസ് 8 ഇൻറ്റു 10⁻2 പ്ലസ് 7 ഇൻറ്റു 10⁻1 പ്ലസ് 6 ഇൻറ്റു 10⁻0. 5 ഇൻറ്റു 1000 പ്ലസ് 8 ഇൻറ്റു 100 പ്ലസ് 7 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 1. 10⁻0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ദെൻ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ കിട്ടാണ് ചെയ്യുന്നത്, 5876. ഇനി ഈ ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് MSD ആൻഡ് LSD. എന്താണ് MSD? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ് MSD. അതുപോലെ LSD ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഈ MSD നമുക്ക് കാണാം, ഇറ്റ് ഈസ് എ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ആൻഡ് LSD is the right most digit of a number. അപ്പോൾ നോക്കൂ, 5876 എന്നുള്ള ആ നമ്പറിലെ ഏതാണ് MSD? MSD ഇങ്ങനെ നമ്മൾ നോക്കാം, ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അറ്റത്ത് ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പറാണ് എന്ത്? MSD. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തുള്ള നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണല്ലേ? അപ്പോൾ 5 ആണ് എന്ത്? MSD. ദെൻ LSD എന്താ പറയുന്നത്? റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏറ്റവും അറ്റത്തെ റൈറ്റ് സൈഡിലുള്ള നമ്പറാണ് എന്ത്? LSD. അങ്ങനെയാണെങ്കിൽ 6 ആണ് LSD. ലീസ്റ്റ് വാല്യൂ ആയിരിക്കും 6ന്. അതാണ് LSD എന്ന് പറയുന്നത്. സമയം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഏറ്റവും വലിയ വാല്യൂ ഈ നമ്പേഴ്സിലെ ഈ ഡിജിറ്റിൽ ഏതിനാണ്? 5 എന്നാണ് അല്ലേ? അതാണ് MSD. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു നമ്പർ കാണുന്നില്ലേ? 249.367. ഇതിൽ MSD ആൻഡ് LSD ഏതാണ്? നമ്മൾ കണ്ടു MSD എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ. ഈ നമ്പറിലെ ഏറ്റവും ലെഫ്റ്റിൽ ആരാണ്? 2 ആണ്. അപ്പോൾ 2 ആണ് എന്ത്? MSD. ദെൻ LSD എന്താണ്? ഇറ്റ് ഈസ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ. നമ്പറിൻ്റെ ഏറ്റവും റൈറ്റിലുള്ള നമ്പർ. ഇതിലെ ഏറ്റവും റൈറ്റിൽ ആരാണ്? 7 ആണ്. അപ്പോൾ 7 ആണ് എന്ത്? LSD. ഇനി അടുത്ത നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. എന്താണ് ബൈനറി നമ്പർ സിസ്റ്റം? എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 symbols 0 and 1 to form a number is called binary number system. ഒരു നമ്പർ സിസ്റ്റം അതിലെ 0യും 1ഉം മാത്രം യൂസ് ചെയ്യുന്ന രണ്ട്
സിമ്പിൾസ് മാത്രമേ ആ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കാരണം തന്നെയാണ് അതിനെന്തെന്ന് പറയുന്നത് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം. ബൈ മീൻസ് 2. അങ്ങനെയെങ്കിൽ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? റാഡിക്സ് എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ നമ്പർ സിസ്റ്റത്തിന് വേറൊരു പേരുണ്ട്, ബേസ് 2 നമ്പർ സിസ്റ്റം. എക്സാമ്പിൾ ഇവിടെ കാണുന്ന 1101 SH 101010 1101.11 ഇതിലെല്ലാം നമ്മൾ പറയുന്നുണ്ടത് ബേസ് 2 ആണെന്നല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ബേസ് ഇവിടെ കാണും, 2 എന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 2 എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? 0ഉം 1ഉം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം എന്താണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഒരു ബൈനറി നമ്പറിലെ ഓരോ ഡിജിറ്റിനും നമ്മൾ പറയും ബിറ്റ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പറിലെ ഓരോ ഡിജിറ്റിന് നമ്മൾ എന്താ പേര് പറയുക? ബിറ്റ് എന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്ന 1 എന്ന് പറയുന്ന ഒരു ബിറ്റാണ്, 0 എന്ന് പറയുന്ന ഒരു ബിറ്റാണ്. ഇതെല്ലാം ബിറ്റാണ്, ബിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ എ ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബൈനറി ഡിജിറ്റ്. ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിറ്റ് എന്ന്. ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റവും പൊസിഷണൽ നമ്പർ സിസ്റ്റം തന്നെയാണ്. കാരണം അവിടെ പ്ലേസ് വാല്യൂ, ഓരോ ബൈനറി ഡിജിറ്റിൻ്റെയും പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് പവർ ഓഫ് 2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കൊരു ബൈനറി നമ്പറിൻ്റെ 1101 എന്നുള്ളൊരു ബൈനറി നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആദ്യത്തെ ലെയറിൽ വെയിറ്റ് കൊടുക്കുക, പിന്നത്തെ ലെയറിൽ ബൈനറി നമ്പർ, നമ്മുടെ ബൈനറി നമ്പർ കൊടുക്കുക. വെയിറ്റ് എന്തായിരിക്കും? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ നമ്പറിലെ ഇവിടെ കാണുന്നത് പവർ ഓഫ് 0 ആണല്ലേ. ഇവിടെ എന്തായിരിക്കും? പവർ ഓഫ് 1 ആയിരിക്കും. ഇവിടെ 2 ആയിരിക്കും. ഇവിടെ പവർ ഓഫ് 3 ആയിരിക്കും. അതുപോലെ നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് ബൈനറി നമ്പർ ആണ്, അപ്പോൾ ബേസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ദെൻ ആ ടേംസ് നമ്മൾ വെയിറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക? ആദ്യം നമ്മൾ 2⁻0, then 2⁻1, 2⁻2, 2⁻3 ഈ സൈഡിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നമ്പേഴ്സ് നമ്മളിവിടെ നോട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന MSDക്ക് പകരം നമുക്ക് എന്ത് പറയാം? MSB ആയിരിക്കും, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. LSDയുടെ പകരം LSB ആയിരിക്കും, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ ഈ നമ്പറിലെ ഏതാണ് MSB? നമ്മൾ പറഞ്ഞിരുന്നു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും അറ്റത്തെ നമ്പർ അതേതാണ്? ഈ കേസിൽ E1 ആണല്ലേ. അതുപോലെ LSB എന്തായിരിക്കും? ഈ സൈഡിലെ റൈറ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായിരിക്കും LSB. ഇനി നമ്മൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് പറയുന്ന നമ്പർ എന്തായിരിക്കും? അത് 13 ആണ്. ആക്ച്വലി നമ്മളത് നമ്മുടെ ഡെസിമൽ നമ്പറിലെ 13 ആണ് ഇങ്ങനെയൊരു നമ്പർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ അടുത്ത ടോപ്പിക്കിലാണ് നമ്മൾ കാണാം. നമ്പർ കൺവേർഷനിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഏതായാലും ഒരു നമ്പറിൻ്റെ ഡെസിമൽ സിസ്റ്റം ആയാലും ശരി, ബൈനറി ആയാലും ശരി, അപ്പോൾ ബൈനറിയിലാണോ ഡെസിമലിലാണോ ഹെക്സയിലാണോ എന്നൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്പർ നമ്മൾ ആദ്യം കൊടുക്കുന്നു. അതിനുശേഷം ബേസ് നോട്ട് ചെയ്യും. താഴെയായിട്ട് ബേസ് ഏതാണോ ബേസ് നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നോക്കൂ, ബൈനറി നമ്പർ സിസ്റ്റം ഇതൊരു ബൈനറി ആണെന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ബേസ് 2 എന്ന് നമ്മളിവിടെ കാണും. ബേസ് 2 എന്ന് കൊടുക്കാം. അടുത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 8 symbols 0, 1, 2, 3, 4, 5, 6 and 7 to form a number is called octal number system. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് 0, 1, 2, 3, 4, 5, 6 and 7. എത്ര സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്? 8 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒക്ടൽ മീൻസ് 8 സിമ്പിൾസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് കാരണം ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയായിരിക്കും? 8 ആണ്.
ഇതിനെ നമ്മൾ പറയുന്നു ബേസ് 8 നമ്പർ സിസ്റ്റം. ഒരു എക്സാമ്പിൾ വരെ തന്നിട്ടുണ്ട്. 236 ബേസ് 8. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായത്? അതിൻ്റെ ബേസ് നോക്കൂ, 8 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ നമ്പർ സിസ്റ്റം ഏതിലാണ്? ഈ നമ്പർ ഏത് സിസ്റ്റത്തിലാണ്? ഏത് നമ്പർ സിസ്റ്റത്തിലാണ് ഈ നമ്പർ ഇരിക്കുന്നത്? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണ്. ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ ഒരു നമ്പറിലെ ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ ഓഫ് 8 ആയിരിക്കും. അപ്പം നോക്കൂ, ഈ ഒരു ഒക്ടൽ നമ്പർ അതിലെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ എപ്പോഴും മൂവ് ചെയ്യേണ്ടത്. അത് ഏത് നമ്പർ സിസ്റ്റം ആയാലും ശരി, ഏത് നമ്പറിലായാലും റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? പവർ ഓഫ് ബേസ് ആണ് അല്ലേ? ഈ കേസിൽ ഒക്ടലായ കാരണം 8ൻ്റെ പവേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ കാണുന്ന 6 എന്നത് എത്രാമത്തെ പൊസിഷനാണ്? 0th ആണ്. അതായത് പവർ 8 0. ദെൻ ഇവിടെ എന്തായിരിക്കും? 8^1. ഇവിടെ എന്തായിരിക്കും? 8^2. നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്പാൻഡഡ് ഫോം, ഈ നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം ഫസ്റ്റ് ലെയറിൽ വെയിറ്റും സെക്കൻഡ് ലെയറിൽ ഒക്ടൽ നമ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2ൻ്റെ വെയിറ്റ് എത്രയാണ്? 8^2. 3യുടെയോ? 8^1. 6ൻ്റെ 6 എന്ന് പറയുന്നത് 8^0. ഇനി ഹെക്സാഡെസിമലിൻ്റെ ഒരു നമ്പർ, എക്സാമ്പിൾ ആയിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്. 12AF ബേസ് 16. കണ്ടോ? ഇങ്ങനെ ഒരു നമ്പർ അതിൻ്റെ ബേസ് 16 എന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ നമ്പർ ഏതിലാണ്? ഏത് നമ്പർ സിസ്റ്റത്തിലാണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണെന്ന്. ഇനി നമ്മൾ ഈ ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ബേസിൻ്റെ പവേഴ്സ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ ഡിജിറ്റിനും പവർ ഓഫ് 16 ആയിരിക്കും അതിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് നോക്കാം ഒരു ടേബിൾ എക്സ്പാൻഡഡ് ഫോം ഓഫ് ദ നമ്പർ 12AF. നോക്കൂ, ഫസ്റ്റ് ലെയറിൽ വെയിറ്റ് കൊടുത്തു. ദെൻ അടുത്ത നമ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ കൊടുത്തു. അതിൽ എഫ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ എഫിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 16^0. ദെൻ എയുടെ പൊസിഷൻ 16^1. ദെൻ 2 16^2. ദെൻ 1 16^3. അതിൻ്റെ കൺവേർട്ടഡ് ഫോമാണ്. അത് ശരിക്കും ഡെസിമലിൽ 4783 ആണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്പർ കൺവേർഷനിൽ കാണുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ടേബിൾ എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാണ്. ഇതിൽ ഏതൊക്കെ നമ്പർ സിസ്റ്റമാണ് നമ്മൾ നോക്കിയത്? ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 ആണ്. ഒക്ടൽ 8, ഡെസിമൽ 10, ഹെക്സാഡെസിമൽ 16. ഏതൊക്കെ സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനറിയിൽ? 0 1, ഒക്ടലിൽ 0 1 2 3 4 5 6 7. ദെൻ ഡെസിമലിൽ 0 to 9, ഹെക്സാഡെസിമൽ 0 to 9 ആൻഡ് ABCDEF. ഈ ടേബിൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ഡാഷ്. എന്തായിരിക്കും അത്? നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് base or radix. Then second question, pick invalid numbers from the following. താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ ഇൻവാലിഡ് ഏതാണെന്ന്. ഫസ്റ്റ് നമ്പർ നമുക്ക് 8 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണ്. ദെൻ സെക്കൻഡ് നമ്പർ 4 ആണ് അതിൻ്റെ ബേസ്. ദെൻ തേർഡ് അഗെയിൻ 8 ആൻഡ് 4 16. നമുക്ക് നോക്കാം ഇതെല്ലാം വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ ഏതെന്ന്. നോക്കൂ, ആദ്യത്തെ നമ്പർ ബേസ് തന്നിരിക്കുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾസിലെ ഏതൊക്കെ സിമ്പിൾസ് ഒക്ടലിൽ വരാം? 0 1 2 3 4 5 6 7. ഇതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്താണ്? 0യും 1 ആണ് അല്ലേ? തീർച്ചയായിട്ടും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ പെട്ട തന്നെയാണ് ആ സിമ്പിൾസ്. ഇത് കറക്റ്റ് ആണ്, ഇത് വാലിഡ് ആണ്. അടുത്ത നമ്പർ നോക്കൂ, ബേസ് 4 ആണ്. അങ്ങനെയെങ്കിൽ 4 എന്നുള്ള നമ്പർ സിസ്റ്റത്തിലെ ഏതൊക്കെ സിമ്പിൾസ് വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം.
ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 1, 2, 3 ആണ്. തീർച്ചയായും ഈ നമ്പർ സിസ്റ്റത്തിൽ ആ സിമ്പിൾസ് ഉള്ളതാണ്. ഇനി അടുത്ത നമ്പർ നോക്കൂ, ബേസ് 8 ആണ്. ഇതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 6, 8. 8 എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻവാലിഡ് ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ 8 എന്നുള്ള നമ്പർ വരാൻ പാടില്ല. 0 to 7 വരെ വരാൻ പാടുള്ളൂ. ഇതെന്താണ്? ഇൻവാലിഡ് ആണ്. അടുത്ത നമ്പർ ബേസ് 16 ആണ്. നമുക്കറിയാലോ, എയും ബിയും സിയും എല്ലാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉള്ളതാണ്. ഇതും വാലിഡ് ആണ്. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഇൻവാലിഡ് ആയിട്ട് ഒരേ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അതേതാണ്? 7, 6, 8, ബേസ് 8. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം ബിറ്റ്. എന്താണ് ബിറ്റ്? നമുക്കറിയാലോ, ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് MSD ഇൻ ദ ഡെസിമൽ നമ്പർ 7854.25. ഇതിൽ ഏതാണ് MSD? ഇതിൽ MSD എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7ഉം LSD ചോദിച്ചിട്ടില്ല എങ്കിലും LSD എന്തായിരിക്കും? 5 ആയിരിക്കും. Then fifth question, the base of a hexadecimal number system is dash. Hexadecimal number systemത്തിന്റെ base or radix എത്രയാണ്? 16. 16 എന്ന് പറയുന്നത് എത്രയാണ്? 16 എന്ന് പറയുന്നത് എന്താണ്? എത്ര സിമ്പിൾസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ അതാണ് അതിൻ്റെ ബേസ് ഓർ റാഡിക്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.